ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കൊച്ചിനെ കൊണ്ട് നടക്കിറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പെയർ ജോലിയിലെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് എന്നോടത് ചോദിച്ചായിരുന്നു, ചേച്ചിക്ക് എങ്ങനെ ഡ്യൂട്ടീസ് വരുന്നത്, ഒരുപാട് നേരം കൊണ്ട് എത്ര വർക്കിംഗ് ടൈം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പോലെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോസ്റ്റ് ഫാമിലിയിൽ ഹോസ്റ്റ് ഫാദറും ഹോസ്റ്റ് മദറും രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ അതിൽ ഹോസ്റ്റ് മദർ ആണെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അപ്പോയിൻമെൻറ്റ്സ് ഉള്ളപ്പോൾ മാത്രമേ ജോലിക്ക് പോകാറുള്ളൂ. പിന്നെ ഹോസ്റ്റ് ഫാദർ ആണെങ്കിലും എല്ലാ ദിവസവും സെയിം ടൈമിലായിരിക്കത്തില്ല ജോലിക്ക് പോണത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിക്ക് എണീക്കാറ്. 7 മണിക്ക് എണീറ്റിട്ട് ആദ്യം ഞാൻ പിള്ളേരുടെ റൂമിൽ പോകും. പിള്ളേരുടെ റൂമിൽ എന്ന് പറഞ്ഞാൽ അവർ കിടക്കുന്ന റൂമിൽ ചെല്ലും. അപ്പം ചിലപ്പോൾ 2 പിള്ളേർ എണീറ്റിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരാൾ മാത്രമേ എണീറ്റിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എണീറ്റ ആളെ ഞാൻ എടുക്കും. എന്നിട്ട് അവർ രാത്രി കിടക്കുമ്പോൾ കിടക്കാനുള്ള ഡ്രസ്സിട്ടാണ് കിടക്കുക. അപ്പം അതെല്ലാം ചേഞ്ച് ചെയ്ത്, പിന്നെ ഇവിടുത്തെ പിള്ളേരെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കുളിപ്പിക്കുകയൊന്നുമില്ല, വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവർ വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി നനച്ചിട്ട് തുടയ്ക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വാഷ് ചെയ്യും, എന്നിട്ട് പാമ്പേഴ്സൊക്കെ മാറ്റും, എന്നിട്ട് പാൽ കൊടുക്കും, കുപ്പിയിൽ പാൽ കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കൊച്ചും പതുക്കെ എണീറ്റ് തുടങ്ങും. ആ കൊച്ചിന് ഇതേ സെയിം പ്രോസസ്സ് തന്നെ, ഇതേ സെയിം കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ഞാൻ താഴെ കൊണ്ടുപോകും. താഴെ പിള്ളേരുടെ കിടത്തുന്നൊരു സ്ഥലമുണ്ട്, വെച്ചാൽ നിലത്ത് തന്നെയാണ്. ഒരു മുകളിലിങ്ങനെ പൂമ്പാറ്റ കാര്യങ്ങളൊക്കെ ഉള്ള മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് കൊണ്ടുപോയി 2 പിള്ളേരും കിടത്തും. പിന്നെ അവിടെ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ കളിക്കും, ഒരു 2-3 മണിക്കൂർ അങ്ങനെ കളിച്ചോളും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോയി പല്ല് തേക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും, പെട്ടെന്നൊന്ന് മേല് കഴുകും, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ ഞാൻ ആദ്യം മ്യുസ്ലിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഓട്സ് പോലെ. ഇപ്പം ഞാൻ മുട്ടയും ബ്രെഡുമാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട്, പിന്നെ പുള്ളിക്കാരി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കോഫി ഉണ്ടാക്കി തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവരുണ്ടാക്കുന്ന കോഫി. എന്താണെന്നറിയില്ല, ഇവിടെ വന്നിട്ട് ഭയങ്കര കോഫി ലവറായി ഇപ്പം. അപ്പോൾ കോഫി ഉണ്ടാക്കി തരും. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് പിള്ളേർ ചിലപ്പോൾ ഉറങ്ങാറായിട്ടുണ്ടാവും. അപ്പം ഒരാളാണ് ഉറക്കം വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കയ്യിലെടുത്ത് ഇങ്ങനെ ഉറക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് മോളിൽ റൂമിൽ കൊണ്ട് കിടത്തും. അവിടെ ഭയങ്കര സൈലൻസ് ആയിരിക്കും. പിന്നെ ഇവർക്കൊരു ബേബി ഫോൺ ഉണ്ട്, അതായത് മോള് കരഞ്ഞാൽ നമുക്ക് താഴെ കേൾക്കാം. അപ്പോൾ മോളിൽ കൊണ്ട് കിടത്തും. 2 പിള്ളേരും ടയേർഡാണ്, ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിൻഡർ വാഗൻ ഉണ്ടല്ലോ, ഞാൻ കൊണ്ടുപോകാറില്ല, മറ്റേ ഇവിടുത്തെ പിള്ളേരെ കൊണ്ട് കിടത്തിക്കൊണ്ട് പോകുന്ന സാധനം, അതിനകത്ത് 2 പേരും കിടത്തിയിട്ട് വീടിന് ചുറ്റും ഒരു 5-6 വട്ടം നടന്നു കഴിഞ്ഞാൽ ഉറങ്ങും. ചിലപ്പോൾ അതിൽ കൂടുതൽ നടക്കണം, ഉറങ്ങും. പിന്നെ നമ്മൾ പുറത്ത് തന്നെ വെച്ചേക്കും. പിന്നെ അവരെപ്പോഴാണോ വന്നിട്ട് ജനലൊക്കെ തുറന്നിടും, കരയുന്ന കേൾക്കുമ്പോൾ പോയി എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇത് തന്നെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 11:30-12 മണി, അല്ല 11:30 ടൈമൊക്കെ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലഞ്ച് കുക്ക് ചെയ്യും, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അവരില്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കും, പക്ഷേ നോൺ സ്പൈസി ആയിട്ടുള്ള ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കുക, അതാകുമ്പോൾ അവർക്കും കഴിക്കാമല്ലോ. അങ്ങനെ എന്നിട്ട് കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ 12:30-1 മണി ടൈം ആവും. എന്നിട്ട് പുള്ളിക്കാരി ഒരു 1:30 ആകുമ്പോൾ, അവിടെ ഒരു ചെറുക്കനും കൂടെ ഉണ്ട്, ഞാൻ നിൽക്കുന്ന വീട്ടിൽ 5 വയസ്സാണ് അവൻ കിൻഡർ ഗാർഡനിലാണ് പോണത്. അവരെ ഞാൻ നോക്കണ്ട, ആദ്യം ഞാൻ നോക്കണമെന്നായിരുന്നു, പക്ഷേ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ തന്നെയാണ് അവരെ നോക്കാറ്. അപ്പം പുള്ളിക്കാരി ഒരു 1:30 ആകുമ്പോൾ കിൻഡർ ഗാർഡനിൽ അവനെ വിളിക്കാൻ വേണ്ടി പോകും. അപ്പോഴേക്കും ഏതെങ്കിലുമൊക്കെ പിള്ളേർ ചിലപ്പോൾ എണീക്കും, ചിലപ്പോൾ എണീക്കില്ല കേട്ടോ. അപ്പോൾ എണീറ്റാൽ അവരെങ്ങനെ എണീപ്പിക്കുക, ഫുഡ് കൊടുക്കുക. ഇപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയാൽ പുള്ളിക്കാരി മിക്സിയിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കും, അത് കൊടുക്കും. അങ്ങനെ ഫുഡ് കൊടുക്കാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ പാടുന്നല്ല, കാരണം പ്രസ്സിലൊക്കെ ആവും, നമ്മൾ തുടയ്ക്കണം, കഴുകണം, പിള്ളേരല്ലേ അവിടെയൊക്കെ തേക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതായത് അവിടുത്തെ ചെറുക്കൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. ഒരുമിച്ചിരുന്ന ഫുഡും കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസം ഓരോ പ്ലാനിങ് ആയിരിക്കും. ചിലപ്പോൾ ഇവർക്കൊന്നെങ്കിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ പുള്ളിക്കാരി പോകും, ചിലപ്പോൾ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ടായിരിക്കും ഒന്ന്, ചിലപ്പോൾ പുള്ളിക്കാരി പോകും, ചിലപ്പോൾ ആ ചെറുക്കനെയും കൊണ്ട് ഇവരാണെങ്കിൽ ഇവിടുത്തെ പിള്ളേർ എന്തിനെങ്കിലുമൊക്കെ ചേർക്കും, സ്വിമ്മിങ് അല്ലെങ്കിൽ ഫുട്ബോൾ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഈ ചെറുക്കൻ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോന്നും കാണാം. അപ്പോൾ അതിനൊക്കെ പുള്ളിക്കാരനോ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും, ചിലപ്പോൾ എന്നെയും കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ ദിവസം ഓരോ പോലെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രീ ടൈമിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. അതായത് വാഷിംഗ് മെഷീൻ തുണി വിരിച്ചിടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഡ്യൂട്ടീസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവർ പുറത്ത് പോകുമ്പോൾ ഞാനും പുറത്ത് പോവും. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് അവർ സ്വിമ്മിംഗ് പൂളിൽ എല്ലാ ദിവസവും പോകുമായിരുന്നു, കാരണം നല്ലൊരു വെതർ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴും പിള്ളേരെ നോക്കും. പിള്ളേരെ വെള്ളത്തിൽ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വരുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി പിള്ളേരെ നോക്കും, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഈവനിങ് ഡ്യൂട്ടി എന്ന് പറയുമ്പം ആ ചെറുക്കനെ പുള്ളിക്കാരിയോ ഉറക്കാൻ കൊണ്ടുപോകും, ഫുഡൊക്കെ കൊടുത്തിട്ട് ഒരു 7 മണി 6 മണി ടൈമിൽ. ഇവിടുത്തെ പിള്ളേരെ നേരത്തെ കിടത്തി ഉറക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കൊടുക്കുക. ഫുഡാണ് കൊടുക്കുന്നത്, പാലല്ല, ഫുഡ് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ കൊടുത്തിട്ട് ഞാനൊരു കൊച്ചിനെ എടുക്കും, പുള്ളിക്കാരി ഒരു കൊച്ചിനെ എടുക്കും. എന്നിട്ട് ഞങ്ങൾ ഉറക്കും, പിള്ളേരെ കിടത്തി ഉറക്കും. അതെല്ലാം കഴിയുമ്പോൾ ഒരു 8 മണി 7:30 ആവും. എന്നിട്ട് ഞാൻ പോയിട്ട് രാത്രിയത്തെ ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് പയ്യെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് റൂമിൽ പോകും. ഒരു 8:30 ആകുമ്പോൾ റൂമിൽ പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം. രാവിലെ 7 മണിക്ക് തുടങ്ങിയ രാത്രി 8 മണി വരെ ഞാൻ ഇവരുടെ ടൈം സ്പെൻഡ് ചെയ്യാറ്. കാരണം കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ഇവർക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവരുടെ ഫുൾ ടൈം നിൽക്കും, അതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടും. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ്. പക്ഷേ ഓരോ ദിവസം ഓരോ പോലെയാണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരുപാട് ലേറ്റായിട്ട് വന്നാൽ ഇതുപോലെ പിള്ളേരെയൊക്കെ ഉറക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോകാനൊരു സമയമാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ അവരെ ഹെൽപ്പ് ചെയ്യും, ഡിഷ് വാഷിങ്ങിൽ ഹെൽപ്പ് ചെയ്യും, പാത്രം കഴുകാനും. പാത്രം ഒന്നും ഇവിടെ കഴുകേണ്ട ഒരു മെഷീനുണ്ട്, അതിനകത്ത് കഴുകി വെച്ചാൽ നമ്മൾ വെച്ചാൽ മതി. അത് കഴുകി വരുമ്പോൾ അത് എടുത്തിട്ട് അതാത് സ്ഥാനങ്ങളിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഡ്യൂട്ടീസൊക്കെ വരുന്നത്. പിന്നെ ഇടയ്ക്ക് പിള്ളേരെ കൊണ്ട് നടക്കാൻ പോവുക. ഒരു കൊച്ചാകുമ്പോൾ സുഖമാണ്, ഇങ്ങനെ നമ്മൾ ട്രാവലെടുത്ത് നടന്നാൽ മതി. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. എൻ്റെ പിള്ളേരുണ്ടെങ്കിൽ മറ്റേ കിൻഡർവാഗിൽ നടക്കാൻ ഇറങ്ങുക. നമ്മുടെ പിള്ളേർക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് ബോറടിക്കത്തില്ല, ഇടയ്ക്ക് ചുമ്മാ വെളിയിലൊക്കെ ഇങ്ങനെ ഇറക്കും. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ലാംഗ്വേജ് ക്ലാസ് ഇല്ല. അപ്പോൾ അടുത്ത മാസത്തോട് ലാംഗ്വേജ് ക്ലാസ് തുടങ്ങും. അപ്പോൾ ലാംഗ്വേജ് ക്ലാസ് തുടങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൺഡേയും തേഴ്സ്ഡേയാണ് എനിക്ക് 2 ദിവസമാണ് ക്ലാസ് ഉണ്ടാവാറ്. അപ്പോൾ ആ ദിവസങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ പോകും, ഒരു 3:30 ആകുമ്പോൾ ഞാൻ പോകും. പിന്നെ ഞാൻ രാത്രി 7 മണിക്കാണ് വരാറ്. അത് കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അവരെ. എനിക്കാണെങ്കിൽ ഒരു ജോലിയായിട്ട് തോന്നാറില്ല, കാരണം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഈ പിള്ളേരെ നോക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ആരെയോ അനിയത്തിയുടെ കൊച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരും എൻ്റെ സ്വന്തമാണെന്നൊരു തോന്നലാണ്. അപ്പോൾ എനിക്കിങ്ങനെ ജോലിയായിട്ട് തോന്നാറില്ല. പിന്നെ ഈ ഫാമിലി ആണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യും, ഭയങ്കര ഹെൽപ്പ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഈ ഒരു ഫാമിലി കിട്ടിയത് ഭയങ്കര ലക്കായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് അത്ര ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലി കിട്ടിയതിൽ. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചതാട്ടോ ഈ കാര്യം, എങ്ങനെയാണ് ചേച്ചിയുടെ ഡ്യൂട്ടീസൊക്കെ വരുന്നത്. പിന്നെ ചിലർക്ക് ഔപ്പറായിട്ട് വരണം എന്നുണ്ട്, പക്ഷേ എന്താ കാര്യമൊന്നും ഇപ്പോഴും അറിയില്ല. ഞാൻ ഇതിനെപ്പറ്റി തന്നെ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ചില പിള്ളേർക്ക് ഡൗട്ടാണ്. ഈ +2 ഒക്കെ കഴിഞ്ഞ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ പേടിയാണ് ഇങ്ങോട്ടും, അത് സേഫ് ആയിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട്. സേഫ്റ്റിയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏജൻസി ത്രൂ ആണെങ്കിൽ സെൽഫായിട്ട് കണ്ടുപിടിച്ചാലും അവിടെ നിൽക്കുന്ന ആളുടെ മനസ്സ് നമുക്ക് ചൂഴ്ന്ന് നോക്കാൻ പറ്റില്ല. അത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരുടെ സ്വഭാവം മനസ്സിലാവുള്ളൂ. സേഫ്റ്റിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവർ നമ്മളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് പണി കാണും, നമ്മൾ അതനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകാം. പിന്നെ ഒരു വർഷമൊക്കെ പെട്ടെന്ന് പോകും. കഷ്ടപ്പെടാൻ റെഡിയാവുന്നവർക്ക് ഔപ്പർ അടിപൊളിയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ആയിരിക്കും. ഇപ്പം പിള്ളേർ ചെറുത് വലുതൊക്കെ അനുസരിച്ചിട്ട് ഡ്യൂട്ടീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കിൻഡർഗാർട്ടനിൽ കൊണ്ടുവിടണം എന്നുള്ള ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ അവർക്ക് വേറെ ഡ്യൂട്ടീസ് ആയിരിക്കും. പിന്നെ അങ്ങനെയുള്ള പിള്ളേരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അവരോട് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു സമയമാകുമ്പോൾ അവരുടെ പാരൻസ് വന്നാൽ പിന്നെ അവർക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഡ്യൂട്ടി ടൈമും വരത്തില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. തീരെ ചെറിയ പിള്ളേരായതുകൊണ്ടും ട്വിൻസ് ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ ഇന്ന സമയം 8 മണിക്കൂർ അങ്ങനെ ഒന്നും കോൺട്രാക്റ്റ് നോക്കി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇവർ അവൈലബിൾ ആയിട്ട് നിൽക്കും. എപ്പോഴും ഇവർക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അങ്ങനെ നിൽക്കാറ്. അപ്പോൾ ഈ ഫാമിലി ആണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ ഇവർ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ ഇവർ എന്ത് പറഞ്ഞാൽ എനിക്ക് നോ പറയാനും തോന്നത്തില്ല, കാരണം അത്ര നല്ല ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതാണ് ഗൈസ് എൻ്റെ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.